Hello friends, welcome back to our channel. It's me, Mr. Madminder from Madmindersvlog. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജ് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും കൂടി കയറി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. നമ്മുടെ ബാക്കിൽ കാണുന്ന ബുള്ളറ്റ് റൂട്ട്സ് ആൻഡ് ട്രാവൽസിൻ്റെ 49 സീറ്ററിൻ്റെ വണ്ടിയാണ് നമുക്ക് ഇന്ന് മുന്നിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ വണ്ടിനെ കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെയ്ലാൻഡിൻ്റെ 210 വീൽ ബേസ് വണ്ടിയാണ് ഇത്. അപ്പോൾ ആ വണ്ടി നമ്മുടെ പ്രകാശിന് എല്ലാവരും ബോഡി കെട്ടുന്ന പോലെ തന്നെ നമ്മുടെ പ്രകാശിന് തന്നെയാണ് വണ്ടി ബോഡി കെട്ടിയിട്ടുള്ളത്. പ്രകാശിൻ്റെ BV മാക്സിമ, അതായത് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള ബോഡീസിലെ BV മാക്സിമ അത് റീബിൽഡ് ചെയ്തതാണ് ഈ ഒരു വണ്ടി. ഈ വണ്ടിയുടെ മുന്നത്തെ ലുക്ക് ഇതായിരുന്നില്ല. ഷോയിബിക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ലുക്ക് ആയിരുന്നില്ല വണ്ടി. അപ്പോൾ BV മാക്സിമ തന്നെ വേറൊരു ടീമിനെ നിർത്തുകൊണ്ട് അവരുടേതായ ഒരു കൺസെപ്റ്റും കാര്യങ്ങളായിട്ടാണ് വണ്ടി അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്ന് രണ്ടാമത് റീബിൽഡ് ചെയ്തിട്ടുള്ളതാണ് ഈ വണ്ടി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വണ്ടി റീബിൽഡ് ചെയ്തതിന് ശേഷം അധികം ഓട്ടം പോയി കാണാൻ വഴിയില്ല. കാരണം അപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയി. കാരണം 2 കൊല്ലമായിട്ട് ലോക്ക്ഡൗണിലാണ് വണ്ടി. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ. വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ട് എന്ന് കൊടുത്തുള്ള പേര് തന്നെയാണ്. ആ ബുള്ളറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പേരാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കാണുന്നത്. അതുപോലെ തന്നെ ഖുറേഷി എന്നുള്ള ഒരു വണ്ടിയുടെ എഡിഷൻ നെയിം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മെയിൻ വണ്ടിയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ ആ ഒരു ഫേസ് കൗൾ തന്നെയാണ്. ആ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ, എപ്പോഴും വൈറ്റിനോട് ഏറ്റവും കൂടുതൽ സൂട്ട് ആവുന്ന ഒരു കളർ ബ്ലാക്ക് എന്നുള്ള ലെവലിൽ ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ നമുക്ക് വളരെ അധികം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രണ്ടിലൊരു ഗാർഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഗാർഡിൽ ഒരു യെല്ലോ ഒരു ഹാലജൻ ബൾബ്സ് നമുക്ക് നാളെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ നമ്മൾ സെപ്പറേറ്റ് കൊടുത്തുള്ളതാണ് അത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിലേക്ക് നമുക്ക് കിടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാലജൻ രണ്ട് റൗണ്ട് ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ സൈഡിൽ ഇൻഡിക്കേറ്റർ, ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോഗ് ലാമ്പ്. അതിപ്പോൾ നോർമൽ കമ്പനിയിൽ നിന്ന്, അതായത് BV മാക്സിമ ബോഡി ഒന്നും കവള് റീബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് മാറ്റിയിട്ട് ഒരു LED ഒരു ഫോഗ് ലാമ്പ് പോലെ ഒരു സെറ്റപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു സ്പ്ലിറ്റർ, ഒരു ഫൈബറിൻ്റെ ഒരു ABS പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്പ്ലിറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മെയിനായിട്ട് നോക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മെയിൻ അട്രാക്ഷൻ ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊമ്പ്, ഏതൊരു വണ്ടിയും ഒരു ബസ്സിനെ കൊമ്പനാക്കുന്നത് ആ വണ്ടിയുടെ കൊമ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മിറേഴ്സിൽ തന്നെ ഒരു റിഫ്ലക്ടർ, 2 സൈഡിലും റിഫ്ലക്ടർ നമുക്ക്. അതുപോലെ തന്നെ വണ്ടിയുടെ അടുത്ത മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വോൾവോ ടൈപ്പ് വൈപ്പേഴ്സാണ് നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാ ടൂറിസ്റ്റ് ബസ്സിലും, ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ടൂറിസ്റ്റ് ബസ്സിലും വോൾവോ ടൈപ്പ് വൈപ്പേഴ്സ് എന്നത് അത് തന്നെയാണ് നമ്മുടെ ഈ വണ്ടിയിലും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹോണ്, ഇപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ വണ്ടിയുടെ ഹോൺസ് നമുക്കിവിടെ കാണുന്നതാണ്. 2 ഹോൺസ് കൂടെ കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ളൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. വണ്ടി എനിക്ക് തോന്നുന്നു താഴെ ആ ഒരു എന്താ പറയുക, ആ സൈഡത്തെ ആ ഒരു സ്പ്ലിറ്റേഴ്സ് കൊടുത്തത് വണ്ടിക്ക് നല്ലൊരു രസം തോന്നിക്കുന്നുണ്ട്. അതേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ കൊടുക്കുന്നതിന് കുറച്ചുകൂടി നല്ലൊരു രസം കൊടുക്കുന്നത് ആ ഒരു സ്പ്ലിറ്റേഴ്സ് തന്നെയാണ്. ഇപ്പോൾ വണ്ടിയുടെ സൈഡിലേക്ക് പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ സൈഡിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് കാണുന്നത് ഈ ഒരു ഡോർ തന്നെയാണ് വണ്ടിയുടെ, അതായത് പാസഞ്ചർ ഡോർ നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് വണ്ടിയുടെ ഓണറായ ഷോയിബിക്ക് കൂടുതൽ പറഞ്ഞുതരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഫസ്റ്റ് എടുത്ത മോഡലിന് രണ്ടാമത് റീബിൽഡ് ചെയ്തതാണ് വണ്ടി. അപ്പോൾ അതൊന്ന് റീബിൽഡ് ചെയ്ത് എവിടെ നിന്നാണ് വണ്ടി റീബിൽഡ് ചെയ്തത്? നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആമ്പല്ലൂര് ഫോക്കസ്, അവിടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം എത്ര റേറ്റ് വന്നു വണ്ടി റീബിൽഡ് ചെയ്യുമ്പോൾ? നമുക്കൊരു 3.5 രൂപയോളം നമ്മൾ ഗ്ലാസ് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്ലാസ് പൊട്ടി ചെയ്ത് പിന്നെ ഫുൾ പെയിന്റ് ചെയ്ത് അവരെ തന്നെ അടിപൊളിയായിട്ട് നല്ല ഫുൾ നീറ്റായിട്ട് തന്നെ അവർ പെയിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല നമ്മളെ ഫ്രണ്ട് മാറിയിട്ടില്ല. BV മാക്സിമം വരുന്ന ആദ്യത്തേത് നമ്മളത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ്, മാറിയിട്ടില്ല. അതെ, അത് അവിടെ റെനീഷ്, നമ്മളൊരു ഫ്രണ്ട് അവിടെ
അവന് നമ്മളൊക്കെ ഒരു ഐഡിയാസിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തിയതാണ്. പക്ഷെ മൊത്തത്തിൽ ഒരു ലുക്ക് മാറി. പിന്നെ അത് പേരിന്റെ ഫൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റി വലുതാക്കി പേര് എഴുതലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ ഇതിൽ വർക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഫുൾ പെയിന്റ് ചെയ്തു. നല്ല രീതിക്ക് തന്നെ അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തു. പിന്നെ നമ്മള് 2012 താഴേക്കൊക്കെ വരുമ്പോ ഈ ഗ്ലാസ് വളഞ്ഞ ടൈപ്പ് ആയിട്ട് അതൊക്കെ നമ്മള് അത് അവന്റെ ഒരു ഐഡിയയിൽ തന്നെ അത് സ്ട്രെയിറ്റ് ആക്കി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂ മോഡലിലേക്കുള്ള ആ ഒരു മോഡലിലേക്ക് മാറ്റി. പിന്നെ സെപ്പറേറ്റ് കമ്പി കാര്യങ്ങൾ പുതിയ മോഡലില് കമ്പിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ പുതിയ വണ്ടി എടുത്താന്നൊരു തോന്നല് ഫസ്റ്റ് വരും. അതേപോലെ ഞാനും വിചാരിച്ചു പുതിയ വണ്ടി എടുത്തെന്ന് വിചാരിച്ചു. പിന്നെ 1-2 ചോദിച്ചപ്പോൾ മനസ്സിലായത് അതേ വണ്ടിന്റെ റീബിൽഡ് ചെയ്ത് ഇറക്കിയതാണ്. അപ്പോൾ വണ്ടി സൈഡിൽ നിന്ന് പോകുമ്പോൾ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ടയർ എന്ന് പറയുന്നത് ഒരുപാട് ഓട്ടോറിന് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വണ്ടിയുടെ ടയർ ഒരു ഫ്രഷ് ടയർ ഇട്ട് കഴിഞ്ഞാൽ എത്ര ലൈഫ് കിട്ടും വണ്ടിക്ക്? നമുക്ക് ടയർ ഇത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25-30 അടുത്ത് വരെയൊക്കെ തന്നെയാണ്. ഇതിപ്പോ ട്യൂബ് ടൈപ്പാണ്. ട്യൂബ്ലെസ് ആകുമ്പോൾ അത് കൂടുതൽ കിട്ടും. പിന്നെ ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോൾവ് ചെയ്യാം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ കിടന്നിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കണം. ഈ ടയർ പൊട്ടല് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് റിസോൾവ് ചെയ്തതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തിട്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ പുത്തൻ ടയറാണ് കിടക്കുന്നത്. പുത്തൻ ടയറുകളാണ് കിടക്കുന്നത്. അത് ട്യൂബ്ലെസ് അല്ലാന്ന് മാത്രം. 20,000 കിലോമീറ്റർ കഷ്ടി കിട്ടാന്ന് 20-30 നമ്മളൊരു ഇതിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പോഴത്തെ ടയറുകൾ കാര്യങ്ങൾ കുഴപ്പമില്ല. നമ്മൾ MRFന്റെ ടയറാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതന്ന് വണ്ടി വീൽ ക്യാപ്പ് അന്ന് വണ്ടി റീബിൽഡ് ചെയ്തപ്പോൾ മാറ്റിയതാണോ? ഇല്ല, ഇതിലിപ്പോ ബാക്ക് ടൈപ്പാണ് മാറിയുള്ളത്. ബാക്ക് അന്ന് അവര് ഒരു ടൈപ്പില് നല്ലൊരു പുതിയ മോഡൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ അവര് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവര് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ഇപ്പൊ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പുതിയ മോഡൽ ഒരു കമ്പി വെച്ചു. ഒരു എമർജൻസി എക്സിറ്റ് കാര്യങ്ങൾ അത് ചെയ്തു. ഇതിപ്പോ ഇല്ല, ഇത് നോൺ AC വണ്ടിയാണ്. ഇതിലിപ്പോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻവെർട്ടർ, ബാറ്ററി കാര്യങ്ങളൊക്കെ, പിന്നെ ചെറിയൊരു സ്റ്റോറേജ്, അത് ഒക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ വരുന്നത് സ്റ്റെപ്പിനാണ് വരുന്നത്. ഇത് ഡോറല്ല. ഇതിപ്പോ മറ്റേ ഇത് ചെയ്യാൻ പറ്റും അതിന്റെ അടിയിൽ നിന്ന്. ഡോറും കാര്യങ്ങളും സ്റ്റോറേജ് അല്ല. ഇതാണ് സ്റ്റെപ്പിനിയുടെ. പിന്നെ വലിയൊരു ലഗേജ് വരുന്നത്, സ്പേസ് വരുന്നത് ഡിക്ക് സ്പേസ് വരുന്നത്. വലിയൊരു ഡിക്ക് സ്പേസ് വരുന്നത്. ഇതൊക്കെ നമ്മൾ അഡീഷണൽ സെറ്റ് ചെയ്തതാണ്. അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് വണ്ടി. നേരത്തെ പറഞ്ഞ ആ ഒരു വീൽ കപ്പ് ഇതാവൂലേ? ഇതാണ് വീൽ കപ്പ്. ഇപ്പൊ അവര് അസംബിൾ ചെയ്ത് അവര് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വീൽ കപ്പ് തന്നെയാണ്. വണ്ടി റണ്ണിങ് ഒക്കെ കാണാൻ ഒരു സ്റ്റൈലാണ്. പിന്നെ ഇപ്പൊ ഇതില് നമ്മള് അടിയിൽ എക്സ്ട്രാ ലൈറ്റ്, ഇതിപ്പോ ഒരു കൂടുതലും ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മള് ബ്ലൂ ആണ്. അത് ഫ്രണ്ട് ആണെങ്കിലും ഉള്ളാണെങ്കിലും പുറം കംപ്ലീറ്റ് ചുറ്റുവശം ബ്ലൂ ആണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇത് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ റേഞ്ച് കയറുമ്പോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റോഡ് കറക്റ്റ് ഇത് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈറ്റ് ചെയ്തിട്ടുള്ളൂ. മൊത്തത്തിൽ ടോട്ടലി ഒരു ലൈറ്റിംഗ് നൈറ്റ് ഫുൾ ബ്ലൂ ആണ് വണ്ടി. അപ്പൊ പിന്നെ അതാണ് വണ്ടിയുടെ സൈഡ് എന്നുള്ള മെയിൻ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ വണ്ടിക്ക് ഇതുപോലെ കുറച്ചാളിപ്പോൾ നിർത്തിയിടും പോലെ എയർ ബലൂണിന്റെ ഇഷ്യൂസ് വരും. അത് ബലൂണ് മറ്റേ ഡാമേജ് ആവലും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ഇത് ബാക്ക് എയർ വണ്ടിയാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിത് കുറച്ച് മുന്നേ നമ്മൾ ഈ കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ മുന്നേ ബലൂണും കാര്യങ്ങളൊക്കെ മാറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം നിർത്തിയിട്ടിട്ട് കൂടുതൽ ഓടാണ്ടാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബലൂൺ പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരുന്നൊരു വരും. കാരണം 4 ബലൂണാണ് ഫ്രണ്ടില്. ഇവിടെ ഈ വീലിന് 2 ബലൂൺ, അപ്പുറത്ത് 2 വരുന്നത്. നല്ലൊരു എമൗണ്ട് വരുന്ന ഒരു പരിപാടികളാണ്. ഇപ്പൊ നിർത്തിയിടുമ്പോഴുള്ള കംപ്ലൈന്റ്. പിന്നെ ഇനിയിപ്പോ കൂടുതൽ കംപ്ലൈന്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതും റോട്ടിലിറങ്ങി റൺ ചെയ്താലാണ് കൂടുതൽ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് വണ്ടിയുടെ ബാക്കിലോട്ട് പോവാം. ബാക്കിലത്തെ വിശേഷം നമുക്ക് നോക്കാം. വണ്ടിയുടെ ബാക്കിൽ ഇതുപോലെ രണ്ടാമത് റീബിൽഡ് ചെയ്തപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തില്ല നോക്കാം. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ആ ബുള്ളറ്റ് എന്നുള്ള ആ ഒരു വെള്ള പ്യൂർ വൈറ്റ് തന്നെ വണ്ടി കൊടുക്കുന്നുണ്ട്. ആ ബുള്ളറ്റ് റൂട്ട്സ് ആൻഡ് ട്രാവൽസിന്റെ ഒരു മറ്റേ നെയിമും അതിൻ്റെ ഒരു അഡ്രസ്സും കോൺടാക്ട് നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വലിയൊരു എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പർ പ്ലേറ്റിന് മുകളിൽ കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആയാലും അതുപോലെ BV മാക്സിമയിൽ കാണുന്ന അതേ ടൈപ്പ് ഗ്ലാസ്, അത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയില്ല? നമ്മൾ ബാക്കിൽ ഇപ്പോൾ ചേഞ്ചസ് വരുത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈലാമ്പിന്റെ പോർഷൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ആദ്യത്തെ മോഡൽ BV മാക്സിമയിൽ വരുന്നത് ഈ ഒരു എൻ്റെ ഇങ്ങോട്ടായിട്ടുള്ള ഒരു മോഡലാണ് വന്നിരുന്നത്. പുതിയൊരു മോഡലിലേക്ക് നമ്മൾ മാറ്റി. DRL ഒരു DRL ഉണ്ട്. പിന്നെ ഉള്ളിൽ ഒരു LED ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ താഴെ LED ലൈറ്റ്, മറ്റേ ഷോ ലൈറ്റ് കാര്യങ്ങളായിട്ട് അതിനുള്ള മാത്രമായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിൽ
ആ ഒരു മോളിൽ കാണുന്ന ബ്രേക്ക് ലൈറ്റ് അഡീഷണൽ കൊടുത്തല്ലോ? അഡീഷണൽ അല്ല, ആ മോഡൽ വന്നിട്ടുണ്ട്. ലൈറ്റ് വ്യത്യാസം, ലൈറ്റ് അവിടെ വരുന്നുണ്ട്, അത് വ്യത്യാസം ലൈറ്റുകളൊക്കെ മാറി. ലൈറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ മൊത്തം പുതിയതാക്കി. അപ്പൊ നമ്മൾ വണ്ടിയുടെ ബാക്കത്തെ ഡിക്കൊന്ന് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. സൈഡിൽ ഒരു ലഗേജ് സ്പേസ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റെപ്പിനിയുടെ ഒരു അതിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ നമ്മുടെ സ്റ്റേസിലെ ഉള്ളിലും വെക്കാൻ പറ്റും? ഇല്ല, ഇപ്പൊ ഇതിന് ഇങ്ങനെ ഒരു പോർഷനിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. സാധാരണ ഇവിടെ വെക്കാൻ പറ്റുന്ന അല്ല, ഇവിടെ വെക്കാം, നമുക്ക് മുകളിൽ വെക്കാം. ഉള്ളിലേക്ക് പിന്നെ സ്റ്റോറേജ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മള് പുതിയ മോഡൽ വരുന്നുണ്ട്, പിന്നെ ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാന്ന് മാത്രമാണ്. ഇപ്പൊ ഒരുപാട് പേർക്ക് വേറെ ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്കത്തെ ഈ ഒരു അതെന്താ പകുതി വരെ, അതിപ്പോൾ മെയിനായിട്ട് അത് പകുതി വരെ അല്ല, അതായത് നമ്മുടെ ഈ ഡിക്കിയുടെ പോർഷൻ്റെ മുകളിൽ നിൽക്കുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കറ്റ് ഈ ഡിക്കി നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സൂട്ടബിൾ തന്നെയല്ലോ ഇപ്പോൾ പർപ്പസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഡീഷണൽ വേറെ സ്റ്റെയറോട് വെച്ചിട്ടാണ് മുകളിലേക്ക് സെപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മുകളിലൊക്കെ വാഷ് ചെയ്യാനും കാര്യത്തിനൊക്കെ ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് വാഷ് ചെയ്യാനൊക്കെ നമുക്ക് ആ കോണി തന്നെയാണ് ഉപയോഗിക്കുക. ആ കോണി നമുക്ക് സെപ്പറേറ്റ്, അത് എപ്പോഴും വണ്ടിയിലുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ ബാക്കത്തെ വിശേഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഈഗിളിൻ്റെ ഒരു ഇതും കാര്യം നമ്മുടെ ലോഗയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ലോഗയാണ്, ഇവരുടെ ഒഫീഷ്യൽ ലോഗയാണ് അത്. അതെ, അവരുടെ വണ്ടീസിൽ നമുക്ക് ഈ ലോഗോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡുള്ള ഒരു ഗ്ലാസ് ഗ്രീൻ ആണ് അത് ഉള്ളിലത്തെ കർട്ടൻ? ഇല്ല, കർട്ടൻ ഗ്രീൻ ആണ്. ഗ്ലാസ് ഒരു ടിൻറ്റഡ് ഗ്ലാസ് ഷെയ്ഡുള്ള ഗ്ലാസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു അട്രാക്ഷൻ തന്നെയാണ് വണ്ടിക്ക് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് പോവാം. സൈഡിൽ നമുക്ക് നോക്കാം ഇപ്പുറത്തെ സൈഡ്. അതായത് ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ്, അത് ഡ്രൈവറിന്റെ സൈഡ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നോർമൽ BV മാക്സിമം നമ്മൾ റീബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ എമർജൻസി ഡോറിന് ഇറങ്ങുന്ന ഈ സ്റ്റെപ്സ് അഡീഷണൽ കൊടുത്താണ്. എമർജൻസി ഡോർ സെപ്പറേറ്റ് സെറ്റ് ചെയ്താണ്. ഇപ്പോൾ അതിൽ തന്നെ ഓരോ സ്റ്റെപ്പിന്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ്സും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രീന്, റെഡ്, യെല്ലോ, അല്ലെ ബ്ലൂ, അങ്ങനെ 3 ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ ഇപ്പോൾ പ്രകാശിന്റെ ബോഡിയിട്ട് ഇറങ്ങുന്ന BV മാക്സിമേൽ, അതായത് മുന്നേ ഇറങ്ങിയിരുന്ന BV മാക്സിമേൽ ഈ ഒരു സ്റ്റെപ്പോ കാര്യങ്ങളോ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഈ ഒരു സ്റ്റെപ്പിന്റെ ഒരു പർപ്പസ് കൂടെ വന്നിരുന്നില്ല. അപ്പോൾ ഇവിടെ എമർജൻസി എക്സിറ്റ് ഉള്ളത് തന്നെ ആ ഒരു കേരിയർ അവിടെ പകുതി കേസിൽ നിന്ന് പിന്നെ എമർജൻസി എക്സിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കേരിയർ തുടങ്ങുന്നത് തന്നെ. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് അപ്പർ സൈഡിൽ കണ്ട പോലെ തന്നെ ആ ഒരു ബാക്കത്തെ ഒരു വീൽ കപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അഡീഷണൽ കൊടുത്തുള്ള ലൈറ്റ്സും കാര്യങ്ങൾ, പിന്നെ ബാക്ക് ഈ സൈഡ് മൊത്തം അതുപോലെ തന്നെ ഇവിടെ ടീം ബുള്ളറ്റ് എന്നുള്ളൊരു നെയിമും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ എല്ലാവരും, അതായത് ഒരു വണ്ടിപ്രാന്തം കയറാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ഡോർ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വലിയെന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഡോറ്. അതായത് ഇത്രയും വലിയ ബസ്, അതായത് 49 സീറ്റ് അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ ക്യാബിനിലേക്ക് കിടക്കേണ്ടത് ഇത്. അതായത് വണ്ടിയുടെ കപ്പിത്താൻ ഇതിനൊരു വഴിയാണത്. അതൊന്ന് തുറന്ന് നല്ലൊരു ഇത്. അതെ, ഇതാണ്. അപ്പോൾ ഈ വണ്ടിയിലേക്ക് കയറുന്നത് തന്നെ ഇതുപോലെ ഷോയ്ബൊക്കെ ഒന്ന് കയറിയിട്ട് അതൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ വണ്ടിയുടെ സെറ്റ് വർക്കൊക്കെ എവിടെ നമ്മൾ ചെയ്തത്? അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് രമു സോഡിയോസിന്റെ ചെയ്തിട്ടുള്ളത്. മറ്റേ വാടൻപള്ളി ഭാഗത്ത് അവിടെയാണ് അവൻ്റെ വീട്. അവനാണ് ഇത് സൗണ്ട് സിസ്റ്റം പരിപാടി ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിതിൽ സെപ്പറേറ്റ് ചെയ്തൊക്കെ പിന്നീട് ഇപ്പോൾ സെറ്റ് ചെയ്ത് കയറ്റിയതാണ്. ഇപ്പോൾ ഒരു 2 വർഷത്തിന് മുകളിലായി നമ്മൾ ഈ ഒരു മോഡൽ ഇത് ചെയ്തിട്ട്. അത് നോർമൽ ടൈപ്പ് ആയിരുന്നു, പിന്നീട് നമ്മൾ ഇതെടുത്തിട്ട് സെറ്റ് ചെയ്തതാണ് അത്. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റ് വർക്കിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കാര്യങ്ങൾ ഒരു 16 സ്പീക്കറോളം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 സബ് സെറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. സബ്ബൊക്കെ JBLന്റെ സബ്ബാണ് വരുന്നത്. റെമോസിന്റെ തന്നെയാണ് യൂണിറ്റ് വരുന്നത്. പിന്നെ ഒരു മിക്സർ വെച്ചിട്ടുണ്ട്, ഒരു MP3 DVD കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 42 ഇഞ്ചിന്റെ TV, വലിയൊരു TV തന്നെ, LED TV. അപ്പോൾ ഷുഹൈബ് വണ്ടിയുടെ ബാക്കി ഇന്റീരിയറിൽ എന്തൊക്കെ ചെയ്തുള്ളതാണ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ തന്നെ തുടങ്ങും സ്റ്റാർട്ടിങ് നമ്മുടെ LED TV. ഇത് പിന്നെ നമ്മൾ കുറച്ച് മുന്നേ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. TV കാര്യങ്ങളൊക്കെ ഉള്ളിലായിരുന്നു, അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് LED ടൈപ്പ് ഫ്രണ്ടിലേക്ക് ആക്കി പുറത്തേക്ക് മോഡൽ അനുസരിച്ച്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇന്റീരിയർ മൊത്തം ഒരു ബ്ലൂ ലൈറ്റ്സിന്റെ ഒരു മയം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലൂവും റെഡ് ഉണ്ട്. അതെ, പുറത്തേക്ക് വരുന്നതൊക്കെ കൂടുതലായിട്ടും ബ്ലൂ ആണ് എടുത്ത് നിൽക്കാന്ന് മാത്രം. പിന്നെ ഇവിടെ നമ്മുടെ വെന്റി മുകളിലത്തെ മറ്റേ എയറിന്റെ
വെന്റ് ചെയ്യുന്നത് എയർ വെന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മുകളിൽ ഇപ്പോൾ 2 എയർ വെന്റ് വരുന്നുണ്ടോ? ബാക്കിൽ ഒരെണ്ണം വരുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ആ ഓക്കെ, ക്യാബിനിൽ വരുന്നുണ്ട്. അങ്ങനെ 3 എയർ വെന്റാണ് വണ്ടിക്ക് ടോട്ടൽ വരുന്നത്. ആ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പയനിയറിന്റെ ഒക്കെ സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം 13 സ്പീക്കേഴ്സാണ് വണ്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് സൗണ്ട് സിസ്റ്റം നമുക്ക് സെപ്പറേറ്റ് നമുക്ക് എടുത്ത് എല്ലാം നമുക്ക് പറഞ്ഞതിന് ശേഷം സൗണ്ട് സിസ്റ്റം നമുക്ക് സെപ്പറേറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സീറ്റ്സ് വരുന്നത് പുഷ് ബാക്ക് ആണ്? നോർമൽ സീറ്റ്സ് ആണ് വരുന്നത്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുഷൻ വർക്ക് എന്തെങ്കിലും വേറെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്രാവശ്യത്തിൽ നമ്മൾ ഉള്ളിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഇപ്രാവശ്യത്തിൽ വർക്കും ചെയ്തിട്ടുണ്ട്. ഷീറ്റ് കാര്യങ്ങൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നിരുന്നു നമ്മളതിൽ സെപ്പറേറ്റ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ലൈറ്റുകളൊക്കെ മാറാനുണ്ടായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മളുള്ള വിശേഷം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും കാണുന്ന പോലെ തന്നെ ലെതർ കാര്യങ്ങൾ, ഉള്ളിൽ മൊത്തം LED വർക്ക് കാര്യങ്ങൾ. ഇപ്പോൾ ഈ മറ്റേ ഈ സൗണ്ടിന്റെ ലൈറ്റിന്റെ ആ ഒരു നിയമം വന്നതിന് ശേഷം മൊത്തത്തിൽ കുറച്ചാണ് വേണ്ടി കുറച്ച് ഇതിൽ ഇപ്പോൾ അതുണ്ടായിരുന്നു. ഒരു 3-4 സെറ്റ് കഴിച്ചു മാറ്റി ശേഷം പിന്നെ നിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിയമാനുസൃതമായുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് മാത്രം. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു രസം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാലും ഈ ഒരു LED ലൈറ്റ് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഈ നീല ലൈറ്റ് അടിക്കുമ്പോൾ നീലയും റെഡും അതൊരു നൈസ് ഒരു ആംബിയൻസിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിലോട്ട് പോവാം. ഇതിൻ്റെ ഫുൾ ലൈറ്റ് വർക്ക് നമ്മളിപ്പോൾ ഉള്ള, അതായത് നമ്മുടെ നിയമാനുസൃതമായിട്ട് നമ്മൾ വണ്ടിയിൽ കൊടുത്തിട്ടുള്ള അതേ ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഹെഡ് LED, അതുപോലെ LED 2 സബ്, JBLന്റെ 2 എക്സ്പ്ലോറിന്റെ 2 സബ് നമ്മൾ ബാക്കിൽ, ഒരു സബ് ഫ്രണ്ടിലും വരുന്നുണ്ട്. ആ ഓക്കെ. അങ്ങനെ 3 സബാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ ഓക്കെ. ഇപ്പൊ ഇതിൽ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഇപ്പൊ നെക്സ്റ്റ് ഒരു പ്രൊജക്ട് എന്നുള്ള ലെവലിൽ എന്തെങ്കിലും വലിയൊരു കൺസെപ്റ്റ് ഉണ്ടോ, മനസ്സിലുണ്ടോ? ഇല്ല, നമ്മള് നെക്സ്റ്റ് ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഉള്ളൊന്ന് ക്ലോത്ത് കംപ്ലീറ്റ് പൊളിച്ച് മാറി ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു. അത് പോയത് ബ്ലൂ കളർ തന്നെയാണോ? ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് നേരത്തെ ഒരു അങ്ങനെ ചെയ്യാന്നുള്ളതായിരുന്നു. ഒരു ഇഷ്യൂ കാരണം നമ്മള് പിന്നെ അത് ഒന്നും വർക്ക് ചെയ്തില്ല. പുറത്തെ വർക്ക് മാത്രം ഫിനിഷ് ചെയ്തിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കുക, എന്താ പറയുക, നമ്മുടെ ഒരു വണ്ടി അത് ടൂറിസ്റ്റ് ബസ്. അപ്പോൾ പലരും നമ്മളൊരു വാടക പറയുമ്പോൾ അത് വാടക കൂടുതലാണെന്ന് പലരും പറയാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അത്. നിങ്ങൾ ഇത്ര കൂടുതൽ എന്താ പറഞ്ഞത്, ഇതിന് മാത്രം ദൂരം ഉണ്ടാകുന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരറിയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാരും ചിന്തിക്കാത്തൊരു കാര്യം തന്നെ വണ്ടിയുടെ മൈലേജ്. ഏകദേശം എത്ര മൈലേജ് ഉണ്ടോ വണ്ടി? നമുക്കിതിപ്പോൾ ആദ്യത്തെ ഒരു മോഡലായതുകൊണ്ട് തന്നെ ഒരു 4 മൈലേജ് വരെ നമുക്ക് കിട്ടും. നോർമലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 3.5-4 അടുത്തൊക്കെ തന്നെയാണ് ഈ ലൈലൻഡിന് കിട്ടുന്നത്. ഏഷ്യറിനാണ് ഒരു മൈലേജ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാടക അത് കൂടുതൽ നമ്മൾ പറയുന്നതല്ല. ഈ പറഞ്ഞ പോലെ നമ്മളെ സാഹചര്യം അനുസരിച്ചിട്ട് പലരും പല റേറ്റിനാക്കിയിട്ട് എടുത്തു പോകുന്നതാണ്. ഇപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം 10 കിലോമീറ്റർ ഓടണമെന്ന് വെച്ചെങ്കിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഡീസൽ കാണണം. ഒരു 3.5 നമുക്ക് ഇവിടെ ലോക്കലില് കാണാൻ പറ്റുള്ളൂ. 3.5 മൈലേജ് ഒക്കെ തന്നെ. ലോങ് പോകുമ്പോഴാണ് നമുക്കൊരു 4 മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ വരുന്നത്. ഇവിടെ ഒക്കെ എങ്ങനെ പോലും നമുക്ക് 3.5 തന്നെയാണ് കാണാൻ കിട്ടുള്ളൂ, എങ്ങനെ പോലും കിട്ടുള്ളൂ. അത് കാരണമാണ് നമുക്കൊരു നോർമൽ. പിന്നെ ഇപ്പൊ ഡ്രൈവർമാര് അവരൊരു ദിവസത്തെ ഫുള്ള് അധ്വാനാണ് വരുന്നത്. അവര് രണ്ടാളുള്ള ബാറ്റ കാര്യങ്ങള്, പിന്നെ ഇപ്പൊ നമ്മളെ ഡീസൽ കഴിച്ചിട്ടാണ് നമുക്കിത് വരുന്നത്. നമുക്കിതൊരു 3 മാസം കൂടുമ്പോ ഒരു 10-40,000 ജില്ലാണ് ഇപ്പൊ ടാക്സ് അടയ്ക്കണം. ഒരു 10-90,000 ഇൻഷുറൻസ് വരും വർഷത്തില്. അപ്പൊ നമുക്കിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് വെച്ചാൽ ഒരു നോർമൽ നല്ല രീതിക്കുള്ള വാടക കിട്ടിയല്ലാതെ നമുക്കിത് പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഇപ്പോഴത്തെ ഡീസൽ വില അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ റേറ്റ് തന്നെ ഇപ്പൊ എടുത്തിട്ട് ഓടിയാൽ നമുക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ